Hare Krishna, Hare Krishna, Krishna Krishna. അതിൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭു എഴുതിയ പുസ്തകത്തിൽ നിന്ന് വായിച്ചാണ് മെമ്മറീസ് ഓഫ് ഷീല പ്രഭുപാദ് എന്ന് പറഞ്ഞ പുസ്തകം. അപ്പോൾ അതിൽ വോളിയം 1 വായിച്ചൊരു കാര്യമാണ്. അതിൽ പ്രഭുപാദിൻ്റെ മുതിർന്ന ശിഷ്യന്മാർ പ്രഭുപാദുമായിട്ടുള്ള ഇടപഴകലുകളാണ് അതിനകത്ത് വർണ്ണിച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യകാലത്തെ ഒരു ശിഷ്യയാണ് മാലതി മാതാജി. അപ്പം മാലതി മാജിയുടെ ഒരു സാക്ഷാത്കാരമാണ് പറയുന്നത്. പ്രഭുപാദ് 65 അമേരിക്കയിൽ വന്നു, 66 ഇസ്കോൺ പ്രസ്ഥാനം തുടങ്ങി, 67 പ്രഭുപാദിന് ഒരു സ്ട്രോക്ക് വരികയുണ്ടായി. സ്ട്രോക്ക് വന്നിട്ടാണ് പ്രഭുപാദ് ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ 66 67 ഇടയ്ക്ക് കുറച്ച് ശിഷ്യന്മാരെ പ്രഭുപാദ് ദീക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ ആദ്യകാലത്തെ ശിഷ്യന്മാരാണ് ഈ സരസ്വരൂപ മഹാരാജ്, അതേപോലെ മാലതി മാജി, ശ്യാമസുന്ദർ പ്രഭു. മാലതി മാജിയുടെ ഹസ്ബൻഡാണ് ശ്യാമസുന്ദർ പ്രഭു. അപ്പോൾ അവർ 1-2 ടെമ്പിളേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഈ ന്യൂയോർക്കിലുള്ള 22 സെക്കൻഡ് അവന്യൂസ് ഇതും പിന്നെ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു ടെമ്പിൾ. അപ്പോൾ ഇവരൊക്കെ മാലതി മാജിയും അവരൊക്കെ സാൻ ഫ്രാൻസിസ്കോയിലുള്ളവരാണ്. അപ്പം പ്രഭുപാദ് 67 പോയിട്ട് പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഏകദേശം 1 വർഷം ആകുമ്പോഴാണ് തിരിച്ച് അമേരിക്കയിലേക്ക് വരുന്നത്. അപ്പം ഇവര് ഈ മാലതി മാജിയും ശ്യാംസുന്ദർ പ്രഭു പല ശിഷ്യന്മാരും ആദ്യകാലത്ത് ഹിപ്പികളായിരുന്നു. അപ്പോൾ ഹിപ്പികൾ അവർ ഡ്രഗ്സ് ഒരുപാട് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ അത് ഇല്ലീഗലായിരുന്നു. അപ്പം ഗവൺമെൻറ് അത് ഇവരെ കണ്ടുപിടിക്കുകയും ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ പ്രഭുപാദ് തിരിച്ചു വരുന്ന സമയത്ത് ഈ മാലതി മാജിയെയും ശ്യാംസുന്ദർ പ്രഭുവിനെ അവർ അറസ്റ്റ് ചെയ്യുകയും വിചാരണ ചെയ്ത് 5 വർഷത്തേക്ക് ജയിലിലേക്ക് ഇടുകയും ചെയ്തു. അപ്പം പ്രഭുപാദ് വന്ന സമയത്ത് അവരില്ല, അവർ ജയിലിലാണ്. പക്ഷേ അതൊരു മിറക്കിളായിട്ട് മാലതി മാജി പറയുന്നു. 5 വർഷമാണ് വിധിച്ചതെങ്കിലും 24 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് അവരെ വിട്ട്. അപ്പം മാലതി മാജിക്ക് തന്നെ ആ പേപ്പർ കൊണ്ടുവന്നപ്പോഴത്തേന് അവർക്ക് തന്നെ സൈൻ ചെയ്യാൻ മടിയായിരുന്നു, എന്താ ഇതിങ്ങനെ സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ആ പരോൾ ഓഫീസർ പറഞ്ഞു, ഇത് നിങ്ങളുടെ റിലീസ് പേപ്പറാണ്, നീ പെട്ടെന്ന് സൈൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ മാലതി മാജിയും ശ്യാംസുന്ദർ പ്രഭുവിനെ 24 ദിവസം കഴിഞ്ഞ് അവരെ വിട്ടു. അവർ തന്നെ പറഞ്ഞു, പരോൾ ഓഫീസർ ഒരു ലേഡിയായിരുന്നു, അവർ തന്നെ പറഞ്ഞു, ഞാനിത് അപ്രൂവ് ചെയ്യില്ല, പക്ഷെ എനിക്ക് മുകളിലൂടെ എന്തോ ഇത് നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ റിലീസ് വന്നത്, അപ്പോൾ നിങ്ങൾ സൈൻ ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഇവർ രണ്ടുപേരും പോയി അവർ നേരെ പ്രഭുപാദിനെ കാണാൻ വേണ്ടിയാണ് പോയത്. അവിടെ ചെന്നു. അപ്പോൾ ഡിവോട്ടീസ് പറഞ്ഞു, പ്രഭുപാദ് ഇവിടെ ഉണ്ട്, നിങ്ങൾ പെട്ടെന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ ഈ ഇതിൻ്റെ പഴയ വേഷങ്ങളൊക്കെ മാറ്റിയിട്ട് ഡിവോട്ടി വേഷത്തിലായിട്ട് പ്രഭുപാദിൻ്റെ റൂമിലേക്ക് വന്നു. പ്രഭുപാദിൻ്റെ റൂമിൽ വന്ന് അവർ നോക്ക് ചെയ്തപ്പോഴത്തേന് പ്രഭുപാദ് തുറന്നു നോക്കുമ്പോൾ മാലതി മാജി, മാലതി നീ വന്നോ എന്ന് ചോദിച്ചിട്ട്, എന്നിട്ട് അവിടെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പ്രഭുപാദ് പറഞ്ഞു, ഞാൻ ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ, 5 വർഷം എന്നുള്ളത് വലിയൊരു സമയമാണെന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞതായിട്ട് പ്രഭുപാദ് തന്നെ പറഞ്ഞു അവരോട്. എന്നിട്ട് പ്രഭുപാദ് ഉപേന്ദ്രനോടൊരു പാക്കറ്റ് എടുക്കാൻ പറഞ്ഞു. ആ പാക്കറ്റ് എടുത്തിട്ട് അത് പ്രഭുപാദ് ആ സ്ട്രോക്ക് കഴിഞ്ഞ് തിരിച്ചു വന്ന സമയത്ത് ലേഡി ഡിസൈപ്പിൾസിന്, പ്രഭുപാദിന് അന്ന സമയത്തുണ്ടായിരുന്ന ലേഡി ഡിസൈപ്പിൾസിനെല്ലാം ഓരോ സാരി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാലതി മാജിക്കുള്ള സാരി പ്രഭുപാദ് വച്ചിരിക്കുകയായിരുന്നു. അപ്പം മാലതി മാജി പറയുന്ന ഒരു റെഡും ഗ്രീനും കളറിലുള്ള ബോർഡറിലുള്ള വൈറ്റ് ബംഗാളി സാരിയാണ് കൊണ്ടുവന്നതെന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പം അതിനുശേഷം മാതാജി തൻ്റെ സാക്ഷാത്കാരം അതിനകത്ത് പറയുന്നത്, നമുക്ക് പലപ്പോഴും ഡിവോട്ടീസിൻ്റെ അടുത്തുനിന്ന് ബ്ലെസ്സിങ്സ് ചോദിക്കുമ്പം ആ ബ്ലെസ്സിങ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ പ്രഭുപാദിൻ്റെ ഈ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡിവോട്ടീസ് യഥാർത്ഥത്തിൽ നമ്മളെ ബ്ലെസ് ചെയ്യുന്നത് നമ്മുടെ ഭക്തിയുടെ തടസ്സം നീക്കാനാണ്. അവർ 5 വർഷം അവിടെ അതിനകത്ത് കിടക്കേണ്ടവരാണ്. പക്ഷെ പ്രഭുപാദിൻ്റെ ആ വെൽവിഷും അവരോടുള്ള കാരുണ്യവും നിമിത്തമാണ് അവർക്ക് വേഗം അതിൽ നിന്ന് വരാനും പിന്നെ പൂർണ്ണമായിട്ട് ശ്യാംസുന്ദർ പ്രഭുവൊക്കെ ഒരുപാട് സേവനങ്ങൾ പിന്നെ ചെയ്തു. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഡിവോട്ടീസിൻ്റെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ എന്തെങ്കിലും പ്രാർത്ഥിച്ച് കിട്ടുന്നതല്ല. അവരുടെ അസോസിയേഷനിൽ നമ്മുടെ ഭക്തിക്ക് ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം മാറ്റപ്പെടുമെന്നുള്ളത് പ്രഭുപാദിൻ്റെ ഉദാഹരണത്തിലൂടെ മാലതി മാജി നമുക്ക് പറഞ്ഞു തരുന്നു.